പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE വിങ്ഡ് ഈഗിൾ ബെൽറ്റ് തിരികെ കൊണ്ടുവരുന്നു എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന സ്പെഷ്യൽ ഇവൻറ്റിൽ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിനാണ് ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടി ട്രിപ്പിൾ എച്ച് ഈ ഒരു സ്പെഷ്യൽ ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്. ഈ ഒരു നൈറ്റിൽ മാത്രമാണ് ട്രിപ്പിൾ എച്ച് കോഡി റോഡ്സിന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പുമായിട്ട് വരാനും ഈ ചാമ്പ്യൻഷിപ്പിൽ ഇനി അഥവാ അദ്ദേഹത്തിന് മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ ഈ ചാമ്പ്യൻഷിപ്പും വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാനും കോഡി റോഡ്സിന് സാധിക്കും. കോഡി റോഡ്സ് ഈ ഒരു വിങ്ഡ് ഈഗിൾ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേയധികം ശ്രമങ്ങൾ ബാക്ക് സ്റ്റേജിൽ പിന്നണിയിൽ നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ആ ഒരു ആദരവ് എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കോഡി റോഡ്സിന് കൊടുക്കുന്നത്. അപ്പോൾ കോഡി റോഡ്സിൻ്റെ ഈ ചാമ്പ്യൻഷിപ്പുമായിട്ടുള്ള വരവിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇത്തരത്തിൽ പഴയ ചാമ്പ്യൻഷിപ്പുകൾ തിരികെ കൊണ്ടുവരുന്നത് അത് ഒരൊറ്റ ദിവസത്തേക്കാണെങ്കിൽ പോലും തിരികെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ്, ബ്രോക്ക് ലെസ്നർ എന്ന സൂപ്പർ താരവും അദ്ദേഹത്തിൻ്റെ ഭാര്യ മുൻ WWE താരമായിരുന്ന സേബിളും എത്തിയിട്ടുള്ള ഒരു പുതിയ പിക്ചർ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ബ്രോക്ക് ലെസ്നറെ തനതായ ശൈലിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൗബോയ് ഹാറ്റൊക്കെ ധരിച്ചുകൊണ്ട് താടിയൊക്കെ വളർത്തിക്കൊണ്ടുള്ള ബ്രോക്കിൻ്റെ പുതിയ പിക്ചറിൽ അദ്ദേഹത്തിന് വലിയ വ്യത്യാസമുള്ളതായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ വൈഫ് മുൻ WWE വുമൻസ് ഡിവിഷനിലെ താരമായിരുന്ന സേബിളിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അർത്ഥം. വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ട സേബിളിനെയല്ല നമുക്ക് ബ്രോക്കിൻ്റെ കൂടെ ലേറ്റസ്റ്റ് പിക്ചറിൽ നിന്ന് കാണാൻ സാധിച്ചത്. മുഖത്തൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രായമായതിൻ്റെ വ്യത്യാസമാണെന്ന് കരുതുന്നു. പക്ഷേ ബ്രോക്കിൻ്റെ പ്രായത്തിലോ അല്ലെങ്കിൽ ഇതിലോ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഫിസിക്കിൽ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ മറ്റുള്ള താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ബ്രോക്കിൻ്റെ ഭാര്യയുടെയും പുതിയ പിക്ചറിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനത്തെ അപ്ഡേറ്റ് OG ബ്ലഡ് ലൈൻ്റെ പദ്ധതികളെ സംബന്ധിച്ചാണ്. OG ബ്ലഡ് ലൈനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ലേറ്റസ്റ്റായി അറിയാൻ സാധിക്കുന്ന ഒരു റൂമർ, OG ബ്ലഡ് ലൈനെ റോയിലേക്ക് ട്രാൻസ്ഫർ വിൻഡോ സീസണിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധ്യത ഉണ്ടെന്നാണ്. അത് റൂമർ മാത്രമാണ്, നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. OG ബ്ലഡ് ലൈനിലെ ആക്റ്റീവായിട്ടുള്ള നിലവിലെ താരങ്ങളിൽ 2 പേര് റോയിലാണ് ഉള്ളത്. മെയിൻ ഈവൻറ്റ് ജെ ഊസോയും സാമി സെയിനും. ഈ കൂട്ടത്തിലേക്ക് റോമൻ റീൻസും കൂടി എത്തുകയാണെങ്കിൽ OG ബ്ലഡ് ലൈൻ്റെ റീയൂണിയൻ പൂർണ്ണമായി എന്ന് തന്നെ പറയേണ്ടി വരും. ജിമ്മി ഊസോ റിയൽ ഇഞ്ചുറി കാലിന് പറ്റിയത് കൊണ്ട് തന്നെ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ജിമ്മി ഊസോയുടെ തിരിച്ചറിവ് ജനുവരി അവസാന ആഴ്ചകളിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ജെ ഊസോയ്ക്ക് നിലവിൽ സ്റ്റോറി ലൈൻ പ്രകാരം ഇഞ്ചുറി കൊടുത്തിട്ടുണ്ട്. ഡ്രൂ മാക്കൻഡയറിൻ്റെ ആക്രമണത്തിന് പിറകെ ജെ ഉസോയ്ക്ക് മെഡിക്കലി ക്ലിയർ ആകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ലേറ്റസ്റ്റ് റോയിൽ വരാൻ സാധിക്കാതിരുന്നത് എന്നുള്ളതും കമൻറ്റേറ്റേഴ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് സാമി സെയിൻ ആണ്. അപ്പോൾ റോമൻ കൂടി റോയിലേക്ക് വന്നാൽ OG ബ്ലഡ് ലൈൻ റോയുടെ ഭാഗം ആയേക്കും. ഇതൊരു റൂമർ മാത്രമാണ്. OG ബ്ലഡ് ലൈൻ പൂർണ്ണമായും റോയിലേക്ക് മാറുന്നു എന്നുള്ളത്. OG ബ്ലഡ് ലൈൻ റോയിലേക്ക് മാറുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്മാക്ക് ഡൗൺ എപ്പിസോഡിന് OG ബ്ലഡ് ലൈൻ്റെ മാറ്റം എങ്ങനെ ബാധിക്കുമെന്നുള്ള അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.